ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണത്തിലെ ഒരു ഭാഗമാണ്. ഭാഗത്തിന്റെ പേര് ഗാന്ധാരി വിലാപം. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാരത ഇതിഹാസങ്ങൾ ഒന്ന് മഹാഭാരതവും മറ്റൊന്ന് രാമായണവും. വാൽമീകി രാമായണം, വ്യാസ ഭാരതം. അപ്പോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണവും അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന ഇതിനെ ഗാന്ധാരി വിലാപം എന്ന പാഠത്തെ അടിസ്ഥാനമാക്കിയിട്ട് പാഠമായിട്ട് വന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എപ്പോഴും പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മലപ്പുറത്ത് തിരൂരുള്ള തുഞ്ചൻ പറമ്പിൽ ജനിച്ച അദ്ദേഹത്തെ നമ്മളെല്ലാവരും എഴുത്തച്ഛൻ എന്ന് വിളിക്കും. ശരിയായ നാമം, പൂർണ്ണമായ നാമം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയും. തുഞ്ചത്ത് രാമന്റെ അനുജൻ എഴുത്തച്ഛൻ, അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ ഗാന്ധാരി വിലാപം, നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാഭാരതം എന്ന് പറയുന്ന ഭാഗം, ക്ഷമിക്കണം, കറണ്ടിന്റെ ഒരു ചെറിയ പ്രയാസം കാരണം വെളിച്ചമൊക്കെ സ്വല്പം കുറവാണ്. അപ്പോ ഒരുപാട് നേരമായി പോയിട്ട് മറ്റൊരു മാർഗം ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു രീതിയിൽ ക്ലാസ് എടുക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, മഹാഭാരത കഥയുടെ അടിസ്ഥാനം തന്നെ കുരുക്ഷേത്ര യുദ്ധമാണ്. ആരൊക്കെ തമ്മിൽ? പാണ്ഡവരും കൗരവരും തമ്മിൽ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിൽ. അപ്പോ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം, ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ മലയാള പഠിതാക്കൾക്ക് ആദ്യം ഓടി വരുന്നത് കുരുക്ഷേത്ര യുദ്ധമായിരിക്കും. യുദ്ധം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമല്ല എന്നും രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾക്കും പ്രയാസങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗം കൂടിയാണ് കുരുക്ഷേത്ര യുദ്ധം. കറണ്ട് വന്നോട്ടോ. കുരുക്ഷേത്ര യുദ്ധം. അപ്പൊ ടെക്സ്റ്റ് കണ്ണു കാണുന്നില്ല എന്നോളോ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാം. അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പഞ്ചപാണ്ഡവർ എന്ന് പറയുന്ന ഒരു പക്ഷവും ദുര്യോധനന്റെ കീഴിലുള്ള കൗരവർ എന്ന് പറയുന്ന മറുപക്ഷവും. യുദ്ധത്തിന്റെ ഒടുവിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും വിജയികളായി വന്നത് പഞ്ചപാണ്ഡവരുടെ പക്ഷമായിരുന്നു. യുദ്ധശേഷം യുദ്ധഭൂമിയിലേക്ക് തന്റെ മക്കളെ നഷ്ടപ്പെട്ട അമ്മ ഗാന്ധാരി വരുന്നതും ഗാന്ധാരിയുടെ വിലപിക്കുന്നതുമാണ് പാഠഭാഗം. യുദ്ധത്തിന് അടിസ്ഥാനമായ കാരണവും യുദ്ധത്തിന്റെ ഒരു ഭാഗത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കൗരവ തോൽവിക്ക് കാരണമായി എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്ന അർജുനന്റെ തേരാളിയായി അന്നൊപ്പമുണ്ടായിരുന്ന കണ്ണനും നമ്മുടെ കവിതാഭാഗത്തിൽ പലയിടത്തും കാണാം. ആ കണ്ണനെ അല്ലെങ്കിൽ ആ കൃഷ്ണനോടുള്ള ചോദ്യങ്ങളാണ്, ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാത്ത ഒരു അമ്മയുടെ ചോദ്യങ്ങളായിട്ട്, വിലപിക്കലായിട്ടാണ് ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മഹാഭാരത ഭാഗമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരുപാട് പദങ്ങൾ, അറിയാത്ത ഒരുപാട് പദങ്ങൾ ഉണ്ടായിരിക്കും. മാക്സിമം വരികളെല്ലാം തന്നെ പറഞ്ഞ് കൃത്യമായിട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പിന്നീട് ചോദിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വരികളെല്ലാം തന്നെ ഷെയർ ചെയ്തിട്ട്
ഓരോന്നോരോന്നായി നിർത്തി പറയുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായ ശ്രദ്ധയോട് കൂടിയിട്ട് ക്ലാസ് കേൾക്കാനും മറ്റും മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, തുടരാം. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. യെസ്, ആദ്യ ഭാഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അയച്ചു തന്ന കാര്യങ്ങളായതുകൊണ്ട് അവയിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താണ്, അതൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ആ ചിത്രത്തിൽ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളാണ്. ഗാന്ധാരി വിലാപവുമായി ബന്ധപ്പെട്ട് ഗാന്ധാരി വിലപിക്കുന്നതിന് ചേർത്ത് പിടിക്കുന്ന ശ്രീകൃഷ്ണനും തന്റെ മകനായിട്ടുള്ള ദുര്യോധനെയും, മരിച്ചു കിടക്കുന്ന ദുര്യോധനെയും കാണാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇറങ്ങിയ ഈ ഒരു ഭാഗം മഹാഭാരതം കിളിപ്പാട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അധ്യാത്മരാമായണം കിളിപ്പാട്ട് രാമായണത്തെ അടിസ്ഥാനമാക്കി, മറ്റൊന്ന് മഹാഭാരതം കിളിപ്പാട്ട് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി രചിച്ചത്. എനിക്ക് തോന്നുന്നു നേരത്തെ എന്തോ മാറിപ്പോയെന്ന് ശ്രദ്ധിക്കാം. അപ്പോ ആ യുദ്ധഭൂമിയിലുള്ള ഗാന്ധാരിയുടെ വിലാപമാണ് കവിതയിലുടനീളം. കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ച് പറയുന്നു. എല്ലാവരും പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കാം. എന്നിരുന്നാലും ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതം, ധൃതരാഷ്ട്രയുടെ പുത്രന്മാരായ കൗരവരും അനുജൻ പാണ്ഡുവിന്റെ പുത്രന്മാരായ പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം, ഇപ്പോഴുള്ള ഹരിയാനയിലെ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധം 18 ദിവസങ്ങൾ നീണ്ടു നിന്നതായിട്ട് പറയുന്നു. യുദ്ധത്തിൽ 2 വശത്തുമായിട്ട് 18 അക്ഷൗണികൾ, അക്ഷൗണി പറഞ്ഞെങ്കിൽ ആന, കുതിര അല്ലെങ്കിൽ മറ്റ് സർവസന്നാഹവുമായിട്ടുള്ള ആ ഒരു കൂട്ടത്തെയാണ് അക്ഷൗണികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഭീഷ്മർ, അർജുനൻ എല്ലാവരും ഉണ്ട്. 10 ദിവസങ്ങളിൽ തുടർന്നു. പിന്നെ സർവ്വസേനാധിപതിയായിട്ടും ഭീഷ്മരുടെ ശരശയ്യെ തുടർന്ന് വീണ്ടും 5 ദിനങ്ങൾ കൂടി. അങ്ങനെ തുടർന്ന് പോയി അവസാന ദിവസം 18-ാം നാൾ മാദ്രേഷൻ ശല്യർ കൗരവർക്ക് വേണ്ടി സർവ്വസൈനാധിപനായി 18-ാം നാൾ രാത്രിയിൽ അശ്വത്ഥമാവിനെ സർവ്വസേനാധിപതിയായിട്ട് വാഴിച്ചു. പിന്നെ വീണ്ടും അര ദിവസത്തേക്ക് വീണ്ടും കൗരവർക്ക് വേണ്ടിയിട്ട് ദ്രൗണി എന്ത് ചെയ്യുന്നു, യുദ്ധം നയിച്ചു. അപ്പോ ഇതാണ് യുദ്ധത്തെ കുറിച്ച്. കുരുക്ഷേത്ര യുദ്ധം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞവയാണ്. ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. നമ്മൾ പ്രധാനമായും അറിയേണ്ട ഭാഗത്തിലേക്ക്. ഗാന്ധാരി ആരാണ്? ഗാന്ധാരി മഹാഭാരത കഥയിൽ ധൃതരാഷ്ട്രയുടെ പത്നിയും കൗരവരുടെ മാതാവുമായിരുന്നു ഗാന്ധാരി. ഗാന്ധാര രാജാവായിരുന്ന സുലഭന്റെ പുത്രി, സുലഭനല്ല സുബലന്റെ പുത്രി. മൂത്ത പുത്രൻ ശകുനി. ഈ പേരുകളൊക്കെ പരിചിതമാണല്ലേ? ശകുനി, ആ പേരിൽ എല്ലാവർക്കും അറിയാം. ഗാന്ധാര രാജകുമാരിയായ ഗാന്ധാരി ഭർത്താവിന് കണ്ണ് അല്ലെങ്കിൽ കാഴ്ചയില്ല എന്ന ആ ഒരു കാരണത്താൽ ആ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാം. കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ടിരിക്കുന്ന ഗാന്ധാരിയെ നമുക്ക് കാണാം. അന്ധനായ ഭർത്താവിന് വേണ്ടിയിട്ട് കാഴ്ചശക്തി ഇനി തനിക്കും വേണ്ട എന്ന് തീരുമാനിക്കുകയും പിന്നീടുള്ള കാലത്തോളം കണ്ണുമൂടി ജീവിക്കുകയും ചെയ്യുന്ന ഗാന്ധാരി. ഭർത്താവിന്റെ പേര് ധൃതരാഷ്ട്രർക്ക് വേണ്ടി അന്ധയായി പിന്നീടുള്ള കാലം ജീവിച്ച പ്രിയപത്നി ഗാന്ധാരി. ദുര്യോധനൻ, ദുശാസൻ എന്നിവപ്പെടുന്ന 100 പുത്രന്മാർ. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്, പിന്നീട് സമയം കിട്ടുമ്പോൾ പറയാം. കാരണം 100 എന്നറിയപ്പെടുന്ന 100 പുത്രന്മാരും ഒരു പുത്രിയുമായിരുന്നു ഗാന്ധാരിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു പ്രസവവും അല്ലെങ്കിൽ ആ ഒരു 100 കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഇടയായിട്ടുള്ള ഒരു കഥയുണ്ട്. അപ്പോ ആ 101 കുട്ടികളിൽ 100 പുത്രന്മാരും ഒരു പുത്രിയായ ദുശ്ശലയും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞെങ്കിൽ ഗാന്ധാരി എല്ലായ്പ്പോഴും മക്കളെ അധാർമിക പ്രവർത്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ധമായ പകയോടുകൂടി പാണ്ഡവരെ എപ്പോഴും
വധിക്കണമെന്നും അവരോട് പകപോക്കണമെന്നും വിശ്വസിച്ചിരുന്ന ഏറ്റവും കൗരവപടയുടെ നേതാവായ ദുര്യോധനൻ എന്ന തന്റെ മകൻ അവയൊന്നും ചെവി കൊണ്ടില്ല. പുത്രവാത്സല്യത്താൽ ധൃതരാഷ്ട്രം ഗാന്ധാരിയുടെ വാക്കുകൾ അവഗണിച്ച് ദുര്യോധനന്റെ ഇത്തരം ക്രൂര ചെയ്തികൾക്കായിട്ട് കൂട്ടുനിന്നു. ഇതാണ് ഗാന്ധാരിയെ കുറിച്ച് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ഇനി നമുക്ക് കഥ അല്ലെങ്കിൽ ഭാഗം ഇപ്രകാരമാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച ആ യുദ്ധഭൂമിയിലേക്ക് ഗാന്ധാരി എത്തപ്പെടുകയാണ്. കണ്ടീലയോ നീ മുകുന്ദ, ധരണിയിലുണ്ടായ മന്നരിൽ മുമ്പൻ ഭഗദത്തൻ തൻ കരിവീരനരികെ ധനുസ്സുമായി. അപ്പോ ആദ്യം തന്നെ തൊട്ടരികിൽ നിൽക്കുന്ന മുകുന്ദൻ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ശ്രീകൃഷ്ണനെ വിളിക്കുകയാണ്, ശ്രീകൃഷ്ണ നീ കാണുന്നില്ലേ, ധരണിയിൽ ഈ ഭൂമിയിലുണ്ടായിരുന്ന രാജാക്കന്മാരിലെ ഏറ്റവും നല്ല രാജാക്കന്മാരായ പ്രധാനിയായ ഭഗദത്തൻ ഇവിടെ ഏതാ തൻ കരിവീരനരികെ ധനുസ്സുമായി. കരിവീരൻ, കരി എന്ന് പറഞ്ഞാൽ എന്താ? ആനയുടെ പര്യായമാണ് കരി. ആനയുടെ, അതായത് യുദ്ധത്തിനുള്ള ആനയുടെ സമീപം എന്ത് ചെയ്യുന്നു? അർജുനൻ എയ്ത അമ്പ് കൊണ്ട് കരിവീരനരികെ അദ്ദേഹത്തിന്റെ ധനുസ് എന്ന് പറഞ്ഞ എന്താ പറയാ, വില്ല്, ധനുസ്, ചാപം എന്നൊക്കെ പറയൂലേ. അപ്പൊ ആ ധനുസിന് ഒപ്പം കരിവീരൻ അല്ലെങ്കിൽ ആനയും ഉണ്ട്. അവിടെ മരിച്ചു കിടക്കുന്നത് നീ കാണുന്നില്ലേ? സത്യം പറഞ്ഞ ആ ഒരു ദുഃഖം അല്ലെങ്കിൽ സഹിക്ക വയ്യാതെ ചോദിക്കാണ്, നോക്ക് ശ്രീകൃഷ്ണ, ഈ ലോകത്ത് ഉണ്ടായ രാജാക്കന്മാരിൽ ഏറ്റവും മുമ്പനായ ഭഗദത്തൻ തന്റെ ആനയ്ക്കരികിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നില്ലേ? സംക്രന്ദനാത്മജനെയ്ത ശരത്തിനാൽ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. ഞാനതാ പറഞ്ഞത്. സംക്രന്ദനാത്മജൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ദേവേന്ദ്രന്റെ പുത്രനായ അർജുനൻ എന്നർത്ഥം. സംക്രന്ദനാത്മജൻ, സംക്രന്ദന്റെ ആത്മജനായ, അതായത് പുത്രനായ അർജുനൻ. ഇത് പച്ച മലയാളത്തിൽ അർജുനൻ എയ്ത ശരത്താൽ, ശരം അമ്പിനാൽ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. മരിച്ച് വീണ് കിടക്കുകയാണ് ഇവിടെ ഈ ഒരു ധരണി പറഞ്ഞ ഭൂമിയിൽ. ശോണിതവും അണിഞ്ഞല്ലോ ശിവ, രക്തം അല്ലെ, ശോണിതം രക്തം, രുധിരം എന്നൊക്കെ പറഞ്ഞ ശോണിതം ഒക്കെ രക്തത്തിന്റെ പര്യായമാണ്. അപ്പോ രക്തം അല്ലെ, മരിച്ച് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണല്ലോ, കണ്ടിട്ട് സഹിക്ക വയ്യല്ലോ ശിവ, എന്റെ ശിവഭഗവാനെ എന്താണ് ഈ കാണുന്നത് എന്നുള്ള രൂപത്തിലുള്ള വിലപിക്കുകയാണ് ഗാന്ധാരി ഇവിടെ ചെയ്യുന്നത്. നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ. തൊട്ടടുത്ത് ഈ പറയുന്ന പോലെ കുരുക്ഷേത്ര യുദ്ധമാണ്, ഒരാളുടെ മരണമല്ല നമ്മൾ കാണുന്നത്. തുടർച്ചയായിട്ട് നോക്കുമ്പോൾ ഒരുപാട് മരണങ്ങൾ കാണുന്നുണ്ട്. അപ്പോ ശ്രീകൃഷ്ണനോട് ഓരോരുത്തരെ കാണുമ്പോഴും ചോദിക്കുന്നതാണ് ഇതൊക്കെ. നല്ല മരതകക്കല്ല്, മരതകം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സത്യം പറഞ്ഞ മരതകത്തിന്റെ നിറം എന്താണ്? പച്ച നിറമാണ്. ഏതായാലും മരതകക്കല്ലിന്റെ തിളക്കമുള്ള മംഗളസ്വരൂപൻ, അതാണ് കല്യാണരൂപൻ എന്ന് പറഞ്ഞാൽ. ഇത് നല്ല മനോഹരമായ കുമാരനായ വ്യക്തിയാണ് പറയുന്നത്. ആരാണ് ആ കുമാരൻ? ചൊല്ലിഴും അർജുനൻ തൻ തിരുമകൻ, വല്ലവി വല്ലഭ നിന്റെ മരുമകൻ. അടുത്ത് പറയുന്നത് മരതകക്കല്ലിനോടൊത്ത്, മരതകക്കല്ലിന്റെ അത്ര തിളക്കമുള്ള മനോഹരമായിട്ടുള്ള മുഖത്തിനുടമയായ വ്യക്തി ആരാണ്? ചൊല്ലെഴും അർജുനന്റെ, അതായത് അർജുനൻ എന്ന് പറയുന്ന വീരനായ, ചൊല്ലെഴും അതായത് പേര് കേട്ട, പ്രശസ്തി ആർജിച്ച, നമുക്കറിയാലോ പഞ്ചപാണ്ഡവരില് മൂത്ത ആളല്ല അർജുനൻ. പക്ഷെ എന്നിരുന്നാലും ആയോധന കലകളിലും പഞ്ചപാണ്ഡവരിലും പേര് കേട്ടവൻ ആരാന്ന് ചോദിച്ചാൽ അത് അർജുനൻ എന്നാ പറയുള്ളൂ.
ആ അർജുനന്റെ തിരുമകൻ, അതായത് തന്റെ തിരുമകൻ. അർജുനന്റെ തിരുമകൻ ആരാ? മറ്റാരുമല്ല, അഭിമന്യു ആണ്. ആ അഭിമന്യുവിനെയാണ് കാണുന്നത്. എന്നിട്ട് പറയുന്നു നോക്കൂ, വല്ലവി വല്ലഭ, നിന്റെ മരുമകൻ. അതായത് അവിടെ പറയുന്നു വല്ലവി വല്ലഭ. അതും ഈ പറയുന്ന നേരത്തെ മുകുന്ദ എന്ന് വിളിച്ചതും വല്ലവി വല്ലഭ എന്ന് വിളിച്ചതും ഒക്കെ ആരെ തന്നെയാ? ശ്രീകൃഷ്ണനെയാണ്. അതായത് ഗോപികയുടെ കാമുകനായ ശ്രീകൃഷ്ണനെയാണ് വല്ലവി വല്ലഭൻ, വല്ലവിയുടെ വല്ലഭനായ, ഭർത്താവായ അല്ലെങ്കിൽ കാമുകനായ നീ തന്നെയാണ്, നിന്റെ മരുമകനല്ലേ. അതായത് ശ്രീകൃഷ്ണന്റെ സഹോദരിയായിട്ടുള്ള സുഭദ്രയാണ് ആരെ കല്യാണം കഴിച്ചിട്ടുള്ളത്? ഈ പറയുന്ന കൃഷ്ണന്റെ സഹോദരി സുഭദ്രയാണ് അർജുനന്റെ ഭാര്യ. അപ്പോ അർജുനന് ജനിച്ച ശ്രീകൃഷ്ണന്റെ മരുമകനായിട്ട് വരും ആര്? ഈ പറയുന്ന അഭിമന്യു. അപ്പൊ അവിടെ ഇതാണ് പറയുന്നത്, ഇത് നിന്റെ മരുമകനാണ് ശ്രീകൃഷ്ണ. ഇത് നോക്കൂ, ഈ മരതകക്കല്ലിനോടൊത്ത് കല്യാണരൂപനായി കിടക്കുന്ന അല്ലെങ്കിൽ കല്യാണരൂപനായിട്ട് നിൽക്കുന്ന പ്രശസ്തിയുള്ള അർജുനന്റെ മകനും നിന്റെ മരുമകനുമാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം സഹോദരിയായ സുഭദ്രയുടെയും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അങ്ങനെ തന്നെ വേണം പറയാം, കാരണം ഏറ്റവും അടുത്ത സുഹൃത്താണ് അർജുനൻ. ആ അർജുനന്റെയും പുത്രനാണ് ആര്? അഭിമന്യു. അടുത്ത വരി, കൊല്ലാതെ കൊള്ളാത്തതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്ക് രസമെടൂ. അതായത് ഈ പറയുന്ന ഒരു കഥ ഒരു ഓർമ്മയിൽ വരികയാണ്. അതായത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയോട് കൗരവരുടെ രാജാവായിട്ടുള്ള അല്ലെങ്കിൽ കൗരവരുടെ നേതാവായിട്ടുള്ള ദുര്യോധനനും അതേപോലെ പാണ്ഡവരിൽ അർജുനനും ചെന്ന് സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി. രണ്ടുപേർക്കും ഒരേപോലെ സഹായം അല്ലെങ്കിൽ ഈ പറയുന്ന നിൽക്കുക പ്രയാസം എന്ന് കരുതിയ അദ്ദേഹം ഒരു കാര്യം മുൻപോട്ട് വെച്ചു, ഒരു ആശയം മുൻപോട്ട് വെച്ചു. ഒരാളുടെ കൂടെ ഞാനും മറ്റൊരാളുടെ കൂടെ എന്റെ സൈന്യവും വരാം. പക്ഷേ ഞാൻ ആരുടെ പക്ഷമാണോ വരുന്നത്, എന്ത് ചെയ്യില്ല, ഞാന് ആയുധം തൊടുകയില്ല. ഞാൻ വരാം, പക്ഷെ ആയുധം ഒന്നും എടുക്കില്ല, യുദ്ധം ചെയ്യില്ല എന്ന് സാരം. നേരെ ഉടൻ അർജുനൻ പറഞ്ഞു, എനിക്ക് താങ്കളുടെ സാന്നിധ്യം മാത്രം മതിയെന്ന്. ആ സാന്നിധ്യമാണ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഈ അറിയുന്ന അവസ്ഥയ്ക്ക് കാരണം പിന്നീട് നമ്മൾ കണ്ടത് സ്വന്തം സുഹൃത്തിന്റെ തേരാളിയായി വരുന്ന ശ്രീകൃഷ്ണനെയാണ്. അർജുന്റെ തേരാളിയായി വന്ന ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ കാണുന്ന രീതിയിലേക്ക് കുരുക്ഷേത്ര യുദ്ധത്തെ മാറ്റി മറിച്ചത്. അപ്പൊ അവിടെ ചോദിക്കുന്നത്, കൊല്ലാതെ കൊള്ളാത്തതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്ക് രസമിടോ. അതായത് അർജുനനോട് ഈ പറയുന്ന ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, അതായത് നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? രക്ഷിക്കാമായിരുന്നു, അല്ലെ? വേണമെങ്കിൽ അഭിമന്യുവിനെ രക്ഷിക്കാമായിരുന്നു. കാരണം ഈ പറയുന്ന അർജുനന്റെ പുത്രനും തന്റെ മരുമകനുമായിട്ടുള്ള അഭിമന്യുവിനെ രക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ശ്രീകൃഷ്ണൻ അത് ചെയ്തില്ല. അതിനാൽ തന്നെ കൊല്ലിക്കയല്ലേ നിനക്ക് രസം, നിനക്ക് മറ്റൊരാളെ കൊല്ലുന്നത് നിനക്ക് രസമാണ് എന്ന കുറ്റപ്പെടുത്തലാണ് ഇവിടെ കാണുന്നത്. അതിന്റെ അടുത്ത് ഒരു കഥയുണ്ട്. അതായത് സുഭദ്ര അഭിമന്യുവിനെ ഗർഭം ധരിച്ച വേളയിൽ കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്? അർജുനന് പത്മവ്യൂഹം ഭേദിക്കാനുള്ള ഒരു സൂത്രം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യുന്നു? അത് നിർത്തുന്നുണ്ട്. അതെന്തിനാണ് എന്നുള്ളത് പിന്നീട് പറയുന്നില്ല. ഈ കഥ ഓർക്കുന്ന സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, അർജുന്റെ പുത്രനാണ് അഭിമന്യു. എന്നിട്ട് പോലും
ശ്രീകൃഷ്ണൻ ആ പറയുന്ന ശ്രീകൃഷ്ണന്റെ മരുമകനായിട്ട് പോലും ആ കുമാരൻ എന്ത് ചെയ്തില്ല? ശ്രീകൃഷ്ണൻ രക്ഷിച്ചില്ല. ആ രക്ഷിക്കാത്ത ആ പ്രവൃത്തിയെ, ആ ചെയ്തിയെ കുത്തിക്കാട്ടുകയാണ് ആര്? ഗാന്ധാരി ചെയ്യുന്നത്. അപ്പോ കൊല്ലിക്കാതെ, അതായത് നിനക്ക് മറ്റൊരാളെ കൊല്ലിക്കുന്നത്, ഒരാളെ കൊണ്ട് മറ്റൊരാളെ കൊല്ലിപ്പിക്കുന്നത് നിനക്ക് രസമല്ലേ? അല്ലലാകുന്നിതേ കണ്ടതോറും ഇനി കൊല്ലായെങ്കിലും പൊളിയല്ലിതു ദൈവമേ. ഇത് കാണുമ്പോൾ എനിക്ക് അല്ലൽ തോന്നുന്നു. അല്ലൽ, ദുഃഖം. എനിക്ക് വളരെയധികം ദുഃഖം തോന്നുകയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്. ഈ കാഴ്ചകളെല്ലാം എനിക്ക് ദുഃഖമാണ് സംഭവിക്കുന്നത്. അല്ലലാകുന്നതിത്തെ കണ്ടതോറും ഇനി കൊല്ലായെങ്കിലും പൊളിയല്ലിത് ദൈവമേ. അപ്പൊ ഈ പറയുന്ന ഓരോരോ കാഴ്ചകളും കാണുന്ന സമയത്ത് ദുഃഖം എന്ത് ചെയ്യാണ്? കൂടി വരുന്നതാണ് അവിടെ പറയുന്നത്. അടുത്ത് നോക്കൂ. മന്ദസ്മിതം പൂണ്ട് സുന്ദരമാമുഖ മിന്ദീവരേക്ഷണ കണ്ടാൽ പൊറുക്കുമോ. അതായത് മന്ദസ്മിതം പൂണ്ട്, മന്ദസ്മിതം എന്ന് പറഞ്ഞാൽ ചെറിയ പുഞ്ചിരി, അല്ലെ? ചെറിയ പുഞ്ചിരി. അതായത് നിനക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ചെറിയ പുഞ്ചിരിയുമായിട്ട് നിൽക്കുന്ന സുന്ദരമായ മുഖം, അവന്റെ സുന്ദരമായ മുഖം കാണുമ്പോൾ മിന്ദീവരേക്ഷേണ, അതും വീണ്ടും കൃഷ്ണനെ തന്നെയാട്ടോ പറയുന്നത്. കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. ഇത് കൃഷ്ണന്റെ മറ്റൊരു ഇതാണ് ഇന്ദീവരക്ഷേണൻ എന്ന് പറയുന്നത്. അതായത് അഥവാ താമരക്കണ്ണൻ അഥവാ ശ്രീകൃഷ്ണൻ. അല്ലെങ്കിൽ നീ ഈ പറയുന്ന സുന്ദരമായ ചെറിയ ചിരിയുമായി നിൽക്കുന്ന ആ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പൊറുക്കുമോ? എത്രയും ബാലയായി മേവിനോരുത്തര ചിത്തമുഴന്നലറുന്നത് കാണുക നീ. ഇത് മാത്രമോ? തൊട്ടടുത്ത് നോക്കൂ. എത്രയും ബാലയായി, വളരെ ചെറുപ്പമായ മേവിനോനുത്തര, അവിടെ നിൽക്കുന്ന ഉത്തര, വളരെ ചെറുപ്പത്തിൽ, ചെറിയ അല്ലെങ്കിൽ എന്താണ്, ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാകേണ്ടി വന്ന ഉത്തര അപ്പുറത്തുണ്ട്. ഉത്തര ആരാ? അഭിമന്യുവിന്റെ ഭാര്യയാണ്. തന്റെ പ്രിയ ഭർത്താവിന്റെ മരണം കണ്ടുകൊണ്ട് അവിടെ വിലപിക്കുന്ന ഉത്തരയെ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ദാ നോക്കൂ, വളരെ ബാലയായി, വളരെ ചെറുപ്പത്തിൽ ജീവിക്കുന്ന ഉത്തര, ജീവിക്കുന്ന ഉത്തര ചിത്തമുഴന്നലറുന്നത്, മനസ്സ് വേദനിച്ച് അലറുന്നത് കാണുന്നുണ്ടോ നീ? കണ്ണാ, നീ നോക്ക്. കൃഷ്ണ, നീ നോക്ക്. അവിടെ ഏതാ ആ പെൺകുട്ടി? ഉത്തര, അഭിമന്യുവിന്റെ ഭാര്യ ഉത്തര കരയുന്നത് കാണുക നീ. സുന്ദരിയായ സുഭദ്രയും ഭൂമിയിൽ ക്രന്ദനം ചെയ്തുരുളുന്നത് കാണുക നീ. ഭർത്താവിന്റെ ശരീരത്തിന് മുൻപിൽ ഇരുന്ന് കരയുന്ന ഉത്തരയെയും അതിനൊപ്പം വളരെ സുന്ദരിയായ സുഭദ്ര. സുഭദ്ര ആരായിരുന്നു? നേരത്തെ ഞാൻ പറഞ്ഞു, അർജുനന്റെ പത്നിയും അഭിമന്യുവിന്റെ അമ്മയുമായ തന്റെ മകന്റെ മൃതശരീരം കണ്ടുകൊണ്ട് ഭൂമിയിൽ ക്രന്ദനം ചെയ്ത്, ക്രന്ദനം, നിലവിളിച്ച്, ആ അമ്മ എന്ത് ചെയ്യാണ്? നിലവിളിച്ച് കരയുന്നത് കാണുക നീ. നീ നോക്കൂ, ഭാര്യയും അമ്മയും അവരുടെ ദുഃഖത്തിൽ കരഞ്ഞ്, അവിടെ മനസ്സിന്റെ അല്ലൽ, സങ്കടം, ചിത്തം ഉഴറുന്ന്, അല്ലെ? അതായത് മനസ്സ്, ചിത്തം എന്ന് പറഞ്ഞ മനസ്സ്, മനസ്സ് ഉഴന്നലറുന്നത്, അലറി വിളിച്ച് കരയുന്നത്, ആ നിലവിളിയൊക്കെ നീ കാണുക. ഒക്കെ കണ്ണനോടാട്ടോ. കണ്ണനാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നൊരു ധ്വനി പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കണ്ണനെ ആണ് മുൻപിൽ നിൽക്കുന്നത്. കണ്ണനോടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഗാന്ധാരി ചോദിക്കുന്നത്. അല്ലൽ പൂണ്ടിതങ്ങനെ ഞങ്ങൾ കേഴുന്നതില്ലല്ലയോ.
അല്ലൽ പൂണ്ടിതെങ്ങനെ ഞങ്ങൾ കേഴുന്നതില്ലയോ ഖേദം ചെറുതു നിൻ മാനസേ. അല്ലൽ പൂണ്ട്, ഞങ്ങൾ സങ്കടം പൂണ്ട് ഇങ്ങനെ ഞങ്ങൾ കേഴുന്നത് അതായത് കേഴുന്നതിലല്ലയോ അത് ചോദിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ സങ്കടം പൂണ്ട് ഞങ്ങൾ കേഴുന്നത്, കേഴുക കരയുന്ന, കരയുന്നതിലല്ലയോ, നീ ഞങ്ങൾ കരയുന്നത് കാണുന്നതിലല്ലയോ നിനക്ക് ഖേദം ചെറുത് തിരുമാനസേ. നിന്റെ മനസ്സിലൊരു ചെറിയ ഖേദം, ഞങ്ങൾ കരയുന്നത് കാണുമ്പോ, ഞങ്ങൾ കരഞ്ഞിങ്ങനെ നിൽക്കുന്ന, ദുഃഖം കൊണ്ട് കരഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നിന്റെ മനസ്സിൽ ചെറുതെങ്കിൽ ചെറുത് ഒരു 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 ദുഃഖം നിന്റെ മനസ്സിൽ തോന്നുന്നില്ലയോ എന്ന് ചോദിക്കുന്നത്. കല്ലുകൊണ്ടോ മനം താവകമാകില കല്ലിനു മാർദ്രതയുണ്ടു കാണുമ്പോൾ. നമ്മൾ ചോദിക്കില്ലേ, നിന്റെ മനസ്സൊക്കെ എന്താണ്, കല്ലാണോ? കൃഷ്ണനോട് ചോദിക്കണേ, കൃഷ്ണ, ഇതൊക്കെ കാണുമ്പോൾ നിനക്ക് സങ്കടം തോന്നുന്നില്ലേ? കല്ലുകൊണ്ടാണോ നിന്റെ മനസ്സ്? താവകമാകിലെ കല്ലിനു മാർദ്രതയുണ്ട് കാണുമ്പോൾ. അങ്ങനെ ആവാൻ സാധ്യതയില്ല. താവകമാകിലെ, നിന്റേത്, താവകം നിന്റേത്, ആ കല്ലിനു മാർദ്രതയുണ്ട് ഇത് കാണുമ്പോൾ. നിന്റെ മനസ്സേ കല്ലൊന്നാവാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഒരു കല്ലാണെങ്കിൽ പോലും ആ കല്ലിന് പോലും ഒരു ആർദ്രത ഒരു അലിവ്, അല്ലെ, ഒരു അലിവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിനക്ക് അതുപോലും ഇല്ല. കാരണം നിന്റെ മനസ്സ് കല്ലുകൊണ്ട് പോലും അല്ല. അല്ലോ, അല്ലേ, കഠോൽക്കജനായ ഭീമാത്മജനല്ലോ കിടക്കുന്നതങ്ങതിനപ്പുറം. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആളെ നോക്കി പറയണം, അല്ലേ, ഘടോൽക്കജനായ ഭീമാത്മജൻ. തൊട്ടടുത്ത് നോക്കുമ്പോ ഭീമന്റെ ആത്മജൻ, ഭീമന്റെ പുത്രനായ കഠോൽക്കജനല്ലയോ കിടക്കുന്നത് അങ്ങ് അതിനപ്പുറം. ആ കിടക്കുന്നതിന്റെ അങ്ങ് അപ്പുറം ഭീമന്റെ പ്രിയപുത്രനായ കഠോൽക്കജന്റെ മൃതശരീരമല്ലയോ. നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പൂഖാൻ. അപ്പൊ തൊട്ടടുത്ത് ആര് കിടക്കുന്നുണ്ട്? ഭീമന്റെ പുത്രനായ, നമുക്ക് എല്ലാവർക്കും അറിയാം, ശക്തരിൽ ശക്തനായിട്ടുള്ള, പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ബലവാനായിട്ടുള്ള എന്താണ്? ഭീമൻ. ആ ഭീമന്റെ പുത്രനായ ഘടോൽക്കജൻ ഈ പറയുന്ന അഭിമന്യുവിന്റെ ശരീരത്തിന്റെ തൊട്ടപ്പുറത്ത് മരിച്ചു കിടക്കുന്നുണ്ട്. ആരുടെ? കർണൻ പ്രയോഗിച്ച വേലും തറച്ചുകൊണ്ട്. അതായത് കർണൻ, കൗരവരിലെ പോരാളിയായിട്ടുള്ള കർണൻ ഉപയോഗിച്ച വേല് അറിയാലോ, നമ്മൾ വേൽമുരുകന്റെ വേലൊക്കെ അല്ലെ, വേല് ശരീരത്തിൽ കൊണ്ട് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചിരിക്കുന്നു. തൊട്ടപ്പുറം കണ്ടം മുറിഞ്ഞു ജയന്ദ്രഥൻ തന്നുടൻ കണ്ടാലും അർജുനൻ എയ്ത ശരത്തിനാൽ എൻ മകൾ ദുശ്ശള കേഴുന്നതോർത്തുള്ളിൽ എൻ മനം വെന്തുരുകുന്നു ശിവ ശിവ. തൊട്ടപ്പുറത്ത് ആരായിരിക്കുന്നത്? ജയന്ദ്രഥനുണ്ട്. ആരാ ജയന്ദ്രഥൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, കൗരവർ അതായത് ഈ പറയുന്ന ഗാന്ധാരിക്ക് ജനിച്ച 100 മക്കൾ, 100 ആൺകുട്ടികളും ഒരേ ഒരു പെൺകുട്ടിയും, അതാണ് ദുശ്ശള. ആ ദുശ്ശളയുടെ ഭർത്താവാണ് ഈ കാണുന്ന ജയന്ദ്രഥൻ. ആ ജയന്ദ്രഥൻ അർജുനൻ എയ്ത ശരത്തിനാൽ, പഞ്ചപാണ്ഡവരിലെ പോരാളിയായിട്ടുള്ള അർജുനൻ എയ്ത ശരത്തിനാൽ കണ്ഠം മുറിഞ്ഞ്, ഇത് തലയറ്റ്, അമ്പണ എഴുതിട്ടെ തല തെറിച്ച് എങ്ങോ തെറിച്ച് പോയിട്ടുണ്ട്. കണ്ഠം മുറിഞ്ഞ് എവിടേക്കോ പോയിട്ടുണ്ട്. എൻ മകൾ ദുശ്ശള, അതായത് ഈ കാഴ്ച കണ്ടുകൊണ്ട് എന്റെ മകളായ ദുശ്ശള കേഴുന്നത് ആലോചിച്ച്, ദുഃഖിക്കുന്നത്, സങ്കടപ്പെടുന്നത് ഇപ്പോൾ തന്നെ ആലോചിച്ച് എൻ മനം വെന്തുരുകുന്നു. എന്റെ മനസ്സ് എന്ത് ചെയ്യാണ്? ഇപ്പോഴേ വെന്തുരുകുകയാണ്. കാരണം എന്റെ മകളുടെ ഭർത്താവാണ് ഈ മുൻപിൽ എന്ത് ചെയ്തിരിക്കുന്നത്? മരിച്ച് കിടക്കുന്നത്. അടുത്ത്, ദ്രോണരെ സംസ്കരിച്ചോരു നിലമത കാണായതാ ധാരണനായതല്ലല്ലോ അല്ലയോ. അതായത് ദ്രോണരെ സംസ്കരിച്ച്, അതായത് ദ്രോണർ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ട് ദ്രോണാചാര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മളുടെ എന്താ പറയാ,
ആയോധന കലയിലെ ഗുരുനാഥനായ ദ്രോണാചാര്യരെ സ്ഥലം അല്ലെങ്കിൽ സംസ്കരിച്ച ഒരു സ്ഥലമാണ് അവിടെ കാണുന്നത്. അതായത് അദ്ദേഹത്തെ ആ യുദ്ധഭൂമിയിൽ തന്നെ എന്താണ് സംസ്കരിച്ചു എന്നുള്ളതാണ് കഥ. എന്തുകൊണ്ടാണെന്നറിയില്ല. ഈ പറയുന്ന പോലെ ദ്രോണർ ഒരു ബ്രാഹ്മണനായതുകൊണ്ടാവാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, യുദ്ധഭൂമിയിൽ തന്നെ ഒരുപാട് ബാക്കിയുള്ളവരുടെ മൃതശരീരങ്ങളെല്ലാം തന്നെ അവിടെ കിടക്കുകയാണ്. ഒരു ബ്രാഹ്മണനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരം ഒരുപാട് നേരം യുദ്ധഭൂമിയിൽ കിടക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് അവിടെ തന്നെ എന്ത് ചെയ്യാണ്, സംസ്കരിക്കുകയാണ്. അപ്പൊ ദ്രോണരെ സംസ്കരിച്ചോരു നിലമത കാണായധാരണ നായതല്ലയോ. ദൃഷ്ടതയുള്ള ദൃഷ്ടദ്യുമൻ ഏറ്റവും ശിഷ്ടനായോരു ഗുരുവിനെ കൊല്ലുവാൻ. ദൃഷ്ടതയുള്ള ദൃഷ്ടദ്യുമൻ അല്ലേ, ദൃഷ്ടതയുള്ള അഹങ്കാരിയായ ദൃഷ്ടദ്യുമൻ. അപ്പോ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ പോലെ ഗുരുനാഥനായിട്ടുള്ള ധൃതരാഷ്ട്രർ അല്ലേ, സോറി ധൃതരാഷ്ട്രല്ല, മാറിപ്പോയി, ദ്രോണരെ പേര് ശ്രദ്ധിച്ചു നമ്മൾ. ദ്രോണാചാര്യ എന്നുള്ളത് അദ്ദേഹത്തിന് മുൻപിൽ ഒരു കഥയുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പേര് ദ്രോണത്തിൽ നിന്ന് ജനിച്ചവൻ എന്നാണ്. ദ്രോണം എന്ന് പറഞ്ഞ കുടം എന്നാണ് അർത്ഥം. ആ കുടത്തിൽ നിന്ന് ജനിച്ചവൻ എന്നാണ് ദ്രോണാചാര്യരുടെ അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ദ്രോണം എന്നായതെന്നാണ് നമുക്ക് തിരഞ്ഞാലായിട്ട് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത അഹങ്കാരിയായ ദൃഷ്ടതയുള്ള ദൃഷ്ടദ്യുമൻ ഏറ്റവും ശിഷ്ടനായിട്ടുള്ള, ഏറ്റവും ശിഷ്ടൻ എന്ന് പറഞ്ഞാൽ മഹാനായിട്ടുള്ള, ശ്രേഷ്ഠനായിട്ടുള്ള എന്നൊക്കെ അർത്ഥം. അപ്പോ എങ്ങനെയാണ് ഒരു മഹാനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള തന്റെ ഗുരുവിനെ കൊല്ലുവാനായിട്ട് കഴിഞ്ഞത്? അവൻ അഹങ്കാരിയായ ആ ദൃഷ്ടദ്യുമന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. മറ്റൊരുത്തന് തോന്നിയിടുമോ മാനസേ, അതായത് വേറൊരാൾക്കും എന്ത് ചെയ്യില്ല, ഇതിന് മനസ്സ് വരില്ല. അതായത് സ്വന്തം ആ ഗുരുവിനെ കൊല്ലുവാൻ അഹങ്കാരിയായ ദൃഷ്ടദ്യുമന് മാത്രമേ കഴിയുള്ളൂ. മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലൊന്നും അതൊരിക്കലും തോന്നുകയില്ല. മുറ്റുവനൊഴിഞ്ഞോർക്കിൻ മഹാമതേ, അതായത് പറയാണ് വേറൊരാൾക്കും എന്ത് ചെയ്യില്ല, ഇത്തരത്തിൽ ദ്രോണരെ വധിക്കുവാനായിട്ട് ഈ പറയുന്ന ദൃഷ്ടദ്യുമൻ അല്ലാതെ മറ്റാർക്കും കഴിയില്ല. അവന് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, കഴിയുകയുള്ളൂ. തീർത്തും എന്ത് ചെയ്യില്ല, മറ്റൊരാളുടെ മനസ്സിലേക്കും അത് വരികയില്ല എന്നാണ് പറയുന്നത്. അയ്യോ ഒന്ന് സൂം ചെയ്യട്ടെ, കാണുന്നില്ല. ഓക്കെ. പുനരതിനങ്ങേ പുറത്തതാ മെയ്യഴകുള്ള ദുശാസനൻ മകൻ. അപ്പോ അടുത്തതായി ഗാന്ധാരി നോക്കുമ്പോൾ കാണുന്നത് പുനരങ്ങിനെ അങ്ങേ പുറത്തത്. അപ്രകാരം നോക്കുന്ന സമയത്ത് അങ്ങേ പുറത്തതാ, പുനരതിനങ്ങേ പുറത്തതാ മെയ്യഴകുള്ള ദുശാസനൻ എൻ മകൻ. അടുത്ത അങ്ങനെ നോക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് പുനർ എന്ന് പറഞ്ഞാൽ പിന്നീട് നോക്കുന്ന സമയത്ത് അതാ തൊട്ടപ്പുറത്ത് ആര് കിടപ്പുണ്ട്? എന്റെ മെയ്യഴകുള്ള, ശരീരം, നല്ല ശരീരകാന്തിയുള്ള എന്റെ മകൻ ദുശാസനൻ അവിടെ ഏതാ കിടക്കുന്നു. നീ എന്തീ വണ്ണമെൻ മാധവ കാട്ടുവാൻ തീയത് കത്തുന്നുള്ളിലെന്നു ഈശ്വര. അതായത് മെയ്യഴകുള്ള ദുശാസനന്റെ ശരീരം കാണുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, അതായത് ഗാന്ധാരി ചോദിക്കുകയാണ്, എന്താണ്? മെയ്യഴകുള്ള ദുശാസനൻ എൻ മകൻ കിടക്കുന്നു, നീ എന്തീ വണ്ണമെൻ മാധവ. വീണ്ടും ചോദ്യം ഇപ്രകാരമാണ്, മാധവ നീ എന്തിനാണ്, അല്ലെങ്കിൽ ഇപ്രകാരം എന്തിനാണ് കാട്ടിയിരിക്കുന്നത്, എന്താണ് ഇങ്ങനെ കാട്ടിയിരിക്കുന്നത് എന്നുള്ള രൂപത്തില് ചോദിക്കുകയാണ്. മാധവൻ വീണ്ടും ആര് തന്നെയാണ്? ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോ ഇവിടെ തന്റെ മകനായിട്ടുള്ള ദുശാസനന്റെ മരണം കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇപ്രകാരം എന്ത് ചെയ്തിരിക്കുന്നത്, കാണിക്കുവാൻ? എന്റെ മനസ്സിൽ ഇതൊക്കെ, ഈ കാഴ്ചകളൊക്കെ ഒരു ആലോചിച്ച് നോക്കൂ. തന്റെ മക്കളും മരുമക്കളും തന്റെ കുടുംബത്തിലെ പല പുരുഷ കേസരികളെല്ലാം
ലോകത്തിലെ തന്നെ വീരന്മാരായ ആളുകളെല്ലാം മരിച്ചു മണ്ണടിഞ്ഞ് ഒരേ സ്ഥലത്ത് ഒരേ യുദ്ധഭൂമിയിൽ ജീവനറ്റ് കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു അമ്മയുടെ വേദനയാണ് അവിടെ കാണുന്നത്. അപ്പോ ഇതൊക്കെ വരുത്തി വെക്കാൻ കാരണമാണെന്ന് വിശ്വസിക്കുന്ന ശ്രീകൃഷ്ണൻ തൊട്ടടുത്ത് കാണുമ്പോൾ ചോദ്യങ്ങളെല്ലാം എങ്ങോട്ട് തിരിയുന്നു? ഈ പറയുന്ന ശ്രീകൃഷ്ണനോട് തിരിയുന്നു. മാധവ, കൃഷ്ണ, നീ എന്തിനാണ് ഇപ്രകാരമൊക്കെ ഇത് കണ്ടിട്ട് എന്റെ ഉള്ളില് തീയാണല്ലോ ഈശ്വര. മാരുതി കീറിപ്പിളർന്നു കുടിച്ചോരു മാറിടം കണ്ടാൽ പൊറുക്കുമോ പൈതലേ? മാറുമോ കണ്ണുനീരെന്നെനിക്കുണ്ടായ താറുമോ ശോകമൻ മാനസേ ഗോപതേ. അതായത് മാരുതി കീറിപ്പറിച്ചൊരു, അല്ലെ, മാരുതി എന്ന് പറഞ്ഞാൽ മാരുതന്റെ പുത്രൻ എന്നാണ് അർത്ഥം. അതായത് വായുപുത്രൻ അഥവാ ഭീമൻ കീറിപ്പിളർന്ന് കുടിച്ച് മാറിടം നെഞ്ചുഭാഗം കണ്ടാൽ പൊറുക്കുമോ. അതായത് ഭീമസേനൻ കൊന്ന് അല്ലെങ്കിൽ നെഞ്ച് കീറിപ്പിളർന്ന് കൊന്നിട്ടിരിക്കുകയാണ് ഈ കാണുന്ന നമ്മളുടെ ദുശാസനനെ. അപ്പോ അതിന്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചൂതുകളിയുണ്ട്. അതായത് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത ആ ചൂതുകളി, രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട് യുദ്ധത്തിലേക്ക് വഴിതിരിച്ച ആ ഒരു രാത്രിയിൽ പാഞ്ചാലിയെ രാജസഭയിൽ വെച്ചിട്ട് വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ശ്രമിച്ച കൂട്ടരിൽ ഒരാളാണ് ഈ പറയുന്ന ദുശാസനനായിട്ടുള്ള ഗാന്ധാരി പുത്രൻ. അപ്പൊ അന്ന് ഭീമസേനൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. എന്താ? എന്റെ പ്രിയപത്നിയെ പാഞ്ചാലിയെ അപമാനിക്കാൻ ശ്രമിച്ച ആ ദുശാസനന്റെ മാറ് പിളർന്ന് രക്തം കുടിക്കുമെന്നുള്ളതായിരുന്നു ആ പ്രതിജ്ഞ. പച്ച മലയാളത്തിൽ ഇപ്പൊ പറഞ്ഞപ്പോ ആ ഒരു പ്രതിജ്ഞ ആര് നിറവേറ്റി? ഭീമസേനൻ നിറവേറ്റി എന്നുള്ളതാണ്. അപ്പോ ഇവിടെ മകന്റെ മരണം കണ്ടിട്ട് ചോദിക്കുകയാണ്, മാറുമോ കണ്ണുനീർ എനിക്കുണ്ടായതാറുമോ ശോകമൻ മാനസേ ഗോപതേ. വീണ്ടും കണ്ണനോട് ചോദിക്കുകയാണ്. അതായത് എന്താണെന്നറിയില്ല, ഈ പറയുന്ന എനിക്കിതൊക്കെ മാറുമോ? ഈ കണ്ണുനീര് എനിക്ക് എന്ന് മാറും? അതുപോലെ എന്റെ ശോകം എന്ന് ആറും? ദാറുമോ എന്നുള്ള വെച്ചാൽ മാറുമോ കണ്ണുനീർ എനിക്കുണ്ടായതാറുമോ ശോകമൻ. കണ്ണുനീർ എന്തെങ്കിലും മാറുമോ? അതുപോലെ എന്റെ മനസ്സിലുണ്ടായ ശോകം എന്തെങ്കിലും ആറുമോ? മീൻസ് അവസാനിക്കുമോ? ഒന്ന് പറഞ്ഞുതാ ഗോപതേ. വീണ്ടും ഗോപതേ, അതായത് ശ്രീകൃഷ്ണൻ എന്നർത്ഥം. അപ്പോ ശ്രീകൃഷ്ണനോടാണ് ചോദ്യം മുഴുവൻ. അടുത്ത്, എന്റെ മകൻ ദുര്യോധനൻ തൻ മകൻ തന്റെ ശരീരമതല്ലോ ദയാനിധി. വീണ്ടും നോക്കുമ്പോ കാണുന്നത് എന്റെ മകൻ ദുര്യോധനനല്ല, ദുര്യോധനൻ തൻ മകൻ. ദുര്യോധനന്റെ മകൻ ആരാ? അദ്ദേഹത്തിന്റെ പേരാണ് ലക്ഷ്മണൻ. നമ്മളുടെ ഇതിലെ ലക്ഷ്മണനല്ല, എന്താ പറയാ, രാമായണത്തിലെ ലക്ഷ്മണനല്ല, മഹാഭാരതത്തിലെ ദുര്യോധനന്റെ മകനായ ലക്ഷ്മണന്റെ ശരീരമാണ് കാണുന്നത്. ആ ലക്ഷ്മണൻ തൻ ശരീരമതല്ലോ ദയാനിധി. അടുത്തത് കാണുന്നത്, തൊട്ടടുത്ത് കിടക്കുന്നത് ഈ പറയുന്ന ഗാന്ധാരിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായിട്ട് ദുര്യോധനപുത്രനായിട്ടുള്ള ലക്ഷ്മണന്റെ ശരീരമാണ് കാണുന്നത്. അപ്പൊ അടുത്ത് കിടക്കുന്നത് അതാണ്. ലക്ഷണമുള്ളൊരു പൈതലാം എന്നുടെ ലക്ഷ്മണ നീയും ചതിച്ചതോ ഞങ്ങളെ. അതായത് ഓരോ വീരന്മാരും യുദ്ധത്തിന് പോകുമ്പോൾ വിജയ് ഭവ എന്ന് പറഞ്ഞിട്ടാണ് രാജ്യത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാരും ഭാര്യമാരും ഒക്കെ പറഞ്ഞയക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ ജീവനോടെ വിജയിച്ച് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്ന അമ്മയുടെ വാക്കുകളാണ്, ലക്ഷണമുള്ള, എല്ലാം തികഞ്ഞ ലക്ഷണമുള്ള, ഐശ്വര്യം തികഞ്ഞ ലക്ഷ്മണ, നീയും ചതിച്ചല്ലോ, അല്ലെ, നീയും മരിച്ചല്ലോ, നീ ഞങ്ങളെ വഞ്ചിച്ചല്ലോ, നീ തിരിച്ചു വരുമെന്ന് പറഞ്ഞതായിരുന്നില്ലേ, നീയും ചതിച്ചല്ലോ ഞങ്ങളെ. കണ്ണുകൊണ്ടിങ്ങനെ കാണണമെന്നത് മുന്നികളായ എനിക്ക് എന്തിത് തോന്നുക. ആലോചിച്ച് നോക്കൂ, അതായത് ഈ പറയുന്ന ഗാന്ധാരി കാണുന്ന എല്ലാ ആളുകളും മരിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിയപ്പെട്ട എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു അമ്മയുടെ ഏറ്റവും വലിയ സങ്കടമാണ് അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ മരണം കാണുക എന്നുള്ളത്. അപ്പൊ ഇവിടെ തന്റെ മകനായിട്ടുള്ള ദുര്യോധനന്റെ മകനായിട്ടുള്ള ലക്ഷ്മണന്റെ ശരീരം കാണുന്ന സമയത്ത് ഇതൊക്കെ കാണണം എന്നുള്ളത്, അല്ലെ, ഈ കണ്ണുകൊണ്ട് ഈ കാണണം, ഈ പറയുന്ന പോലെ ഈ മരണം പറയില്ലേ,
അമ്മയുടെ അല്ലെങ്കിൽ അമ്മയും അല്ലെങ്കിൽ അച്ഛനൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളുടെ മരണം കാണേണ്ടി വരിക, അല്ലെങ്കിൽ മരുമക്കളുടെ മരണം കാണേണ്ടി വരുന്നതിൽ എത്രത്തോളം നിർഭാഗ്യം വേറെ എന്താ ഉള്ളത്? അപ്പൊ ആ ഗാന്ധാരിക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് എന്താണ് പറയേണ്ടത് അല്ലെ? ഈ തന്റെ ഉണ്ണികൾ എന്ന് പറഞ്ഞ കുട്ടികൾ, ഈ കുട്ടികളെ കാണുന്ന സമയത്ത് അല്ലെ എന്താണെന്നുള്ളത് ഒരു അറിയില്ല. ഈ പറയുന്ന ഈ കണ്ണുകൊണ്ട് കാണണം എന്നുള്ളത് എൻ്റെ ഒരു വിധിയായിട്ട് മാറിയല്ലോ, എന്താണ് ഈശ്വര, അല്ലെങ്കിൽ എന്താണ് എന്നുള്ള രൂപത്തിലുള്ള ഒരു ചിന്തയാണ് അവിടെ വരുന്നത്. എനിക്ക് മാത്രം എന്തുകൊണ്ടാണെന്നുള്ള ചിന്തയൊക്കെയാണ് ആ ഒരു ഭാഗത്ത് ഗാന്ധാരി ഉന്നയിക്കുന്നത്. അടുത്ത വരി നോക്കാം. കർണനാം അങ്കനാരാധിപൻ നിന്നുടെ യുണ്ണികൾക്കേറ്റും പ്രധാനനായുള്ളവൻ. കർണനാം അങ്കന ആധിപൻ, അതായത് കർണൻ എന്ന് പറയുന്ന ഈ പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ അധിപൻ എന്നുടെ യുണ്ണികൾക്കേറ്റം പ്രധാനിയായുള്ളവൻ. അതായത് നമ്മൾ കുരുക്ഷേത്ര യുദ്ധത്തില് നമ്മുടെ കൗരവപ്പട എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ദുര്യോധനൻ എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ വിരൽ ചൂണ്ടുന്ന പേര് അത് കർണനായിരിക്കും, അല്ലെ? കാരണം ദുര്യോധനന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ആര്? കർണൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കർണനെ കുറിച്ച്, കർണനാമങ്കന ആധിപൻ എന്നുടെ യുണ്ണികൾക്കേറ്റം പ്രധാനിയായി ഉള്ളത്. അതായത് നമുക്കെല്ലാവർക്കും അറിയുന്ന മറ്റൊരു കഥയുണ്ട്. അതായത് ശരിക്കു പറഞ്ഞാൽ ഈ കർണൻ ആരാണ്? പഞ്ചപാണ്ഡവരുടെ മാതാവായ കുന്തി ദേവിക്ക്, പഞ്ചപാണ്ഡവരുടെ മാതാവായ കുന്തി ദേവിക്ക് വിവാഹത്തിന് മുൻപേ ഒരു വരത്തിനാൽ ആ കുന്തി ദേവിക്കും സൂര്യഭഗവാനും കൂടി ജനിച്ച പുത്രനാണ് കർണൻ. കർണന് ജന്മനാ തന്നെ കവചകുണ്ടലങ്ങളാൽ അനുഗ്രഹിച്ചിരുന്നു സൂര്യഭഗവാൻ. പക്ഷേ വിവാഹത്തിന് മുൻപേ ഒരു കുഞ്ഞിനെ ലഭിച്ച കുന്തി ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു കുട്ടയിലാക്കി ആ കുഞ്ഞിനെ ഒഴുക്കി വിടുകയും അങ്ങ് ദൂരെ ഒരു സൂതപുത്രൻ അല്ലെങ്കിൽ എന്താണ് പറയാ സൂത കുടുംബം എടുത്ത് വളർത്തുകയും ചെയ്തു എന്നുള്ളതാണ് കഥ. പിന്നീട് ആ സൂതന്റെ മകനായി സൂതപുത്രനായിട്ടാണ് പിന്നീട് ആര് ജീവിച്ചത്? കർണൻ ജീവിച്ചത്. പിന്നീട് നമ്മളുടെ മഹാഭാരത കഥയിലെ കർണൻ ഇവരുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കർണന്റെ ആയോധന കലകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പരിഹസിക്കാൻ മാത്രമേ പഞ്ചപാണ്ഡവർ ശ്രമിച്ചുള്ളൂ. എന്നാൽ അത് മനസ്സിലാക്കി തനിക്ക് തന്റെ പടയ്ക്കും ആവശ്യമാണെന്നും ഒരു നല്ല രൂപത്തിൽ പരിഹാസത്തിന് വിപരീതമായി അദ്ദേഹം പരിഗണന നൽകിക്കൊണ്ട് തന്റെ ഒപ്പം കൂട്ടുചേർക്കുകയാണ് കർണനെ ചെയ്തത്. ദുര്യോധനൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതാണെന്ന് പലപ്പോഴും പലരും പറയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലേക്ക് കർണൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ, അന്ന് പഞ്ചപാണ്ഡവർ പരിഹസിച്ചില്ലായിരുന്നു എങ്കിൽ ചിലപ്പോ പഞ്ചപാണ്ഡവർക്കൊപ്പം തന്നെ നിൽക്കേണ്ട കഥാപാത്രമായി വന്നേനെ ആര്? ഈ പറയുന്ന കർണൻ എന്ന് പറയുന്ന കഥാപാത്രം. പക്ഷേ ഇപ്പോൾ എന്തുണ്ടായി? ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കൾ, ഈ പറയുന്ന അർജുനനും കർണനും എല്ലാം ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കളാണ്. ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പരസ്പരം അവർ തന്നെ വഴക്കിടേണ്ട അവസ്ഥയിലാക്കി മാറി. അപ്പോ കർണൻ എന്ന് പറയുന്ന അധിപൻ, ഈ പറയുന്ന തന്റെ ഉണ്ണികൾക്കേറ്റം പ്രധാനനായുള്ളവൻ, അതായത് ഈ പറയുന്ന ദുര്യോധനനും ഈ പറയുന്ന കൗരവർക്കും എല്ലാം പ്രധാനനായിട്ടുള്ള കർണന്റെ കുണ്ടലമറ്റത വേറെ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കുണ്ടലങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? വേറെ കിടക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അതായത് നമുക്കെല്ലാവർക്കും നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കവചവും കുണ്ടലവും ഇവ രണ്ടും ജന്മന സൂര്യഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയ ഒന്നായിരുന്നു. അപ്പൊ ഈ പടച്ചട്ട, ഇതാണ് കവചകുണ്ടലം എന്ന് പറയുന്നത്. പടച്ചട്ടയൊക്കെ ജന്മന ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു യുദ്ധസമയത്തൊക്കെ ഒരു ആപത്ത് വരുന്ന സമയത്ത് അത് തനിയെ പ്രത്യക്ഷപ്പെടും എന്നുള്ളതൊക്കെയാണ് കഥയില്. പക്ഷേ മഹാഭാരത യുദ്ധകഥയ്ക്ക് മുൻപ് ഈ പറയുന്ന ഇന്ദ്രദേവൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വരികയും
അത് ദാനമായി ചോദിക്കുകയും അത് എന്താണ് ഇന്ദ്രഭഗവാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് നൽകുകയും ചെയ്തു കർണൻ എന്നുള്ളതാണ് കഥ. പക്ഷേ ആ ചെയ്ത ആ ഒരു പ്രവൃത്തിയാലാണ് ഈ പറയുന്ന ആ പ്രവൃത്തി ഒന്ന്, കാരണം മരണപ്പെട്ടു പോയേക്കാമെന്നും തനിക്ക് വരുന്നൊരു ചതിയാണെന്ന് മനസ്സിലായിട്ട് പോലും ഇന്ദ്രദേവനോടുള്ള ഒരു ബഹുമാനാർത്ഥം അത് കൊടുക്കുകയും അതിൽ പരം അദ്ദേഹം പങ്കെടുത്ത ഈ പറയുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണപ്പെട്ടു പോവുകയുമാണ് ഉണ്ടായത്. അപ്പോ കുണ്ടലം അതാ വേറെ കിടക്കുന്നുണ്ട്. അഖണ്ഡ സ്ഥലം അതാ പിന്നെയും മിന്നുന്നതാണ് കാണുന്നത്. അപ്പോ ഇവിടെ കുണ്ടലം എന്ത് ചെയ്യുന്നുണ്ട്? വേറെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിൾ എന്നാണ് അർത്ഥം. കവിളില്ലേ, ആ ഗണ്ഡസ്ഥലം അതാ പിന്നെയും മിന്നുന്നു. അദ്ദേഹം മരിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ കവിളിണകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? തിളങ്ങുന്നുണ്ട്. അപ്പോ കുണ്ടലം, കവചവും കുണ്ടലവും എന്നാണ് പറയുന്നത്. അപ്പൊ കവചം എന്ന് പറഞ്ഞാൽ പടച്ചട്ടയാണ് നെഞ്ചിലുള്ളത്. കുണ്ടലം എന്ന് പറഞ്ഞാൽ കാതിലണിയുന്ന ആഭരണങ്ങളാണ്. കവചകുണ്ടലം എന്നാണ് മൊത്തത്തിൽ പറയാ. കവചം നെഞ്ചിലുള്ള പടച്ചട്ടയും ഈ പറയുന്ന കുണ്ടലങ്ങൾ കാതിലണിയുന്ന ആഭരണമാണ് കേട്ടോ, മറക്കരുത്. അപ്പോ വില്ലിത വേറെ കിടക്കുന്നതീശ്വര, കണ്ടാൽ മനോഹരനാം അവൻ തന്നുടൽ, കണ്ടാലും അമ്പോടു നായും നരികളും ചെന്ന് കടിച്ചു വലിക്കുന്നതിങ്ങനെ, വന്നതിനെന്തൊരു കാരണം ദൈവമേ. അതായത് വളരെ പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആയോധന കലകളിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിയാണ് കർണൻ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അവൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ കർണാഭരണം അതാ ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ട്. എന്നിരുന്നാലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവന്റെ കവിൾത്തടം ഇപ്പോഴും തിളക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ആയുധമായ വില്ല് അതാ വേറൊരു സ്ഥലത്ത് കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കണ്ടാൽ വളരെ മനോഹരനും സുന്ദരനുമായിട്ടുള്ള അവനാണ്. പക്ഷേ ഇപ്പോൾ മരണപ്പെട്ട് ആ ഉടൽ എന്ന് പറഞ്ഞാൽ ശരീരം, ആ ഉടലതാ കണ്ടാലും അമ്പോട് നായും നരികളും കാണാൻ കാത്തുക്കാണ്. എന്താണ്? സുന്ദരനായിട്ടുള്ള ആ ശരീരം നായയും നരിയും കുറുക്കനും ഒക്കെ എന്ത് ചെയ്യുന്നു? ചെന്ന് കടിച്ചു വലിക്കുന്നത് കാണുമ്പോൾ എന്താണ് ഇതിനൊക്കെ കാരണം ദൈവമേ എന്ന് ആലോചിക്കുകയാണ് ഗാന്ധാരി. അടുത്ത് യെസ്. പൂരിച്ച ഗേദാൽ കരം മടിയിൽ ചേർത്ത് ഭൂരിശ്രവാവിൻ പ്രണയിനി കേഴുന്നോൾ, ഉന്മൂല നാശന കാരണനാകിയ ദുർമതി വീരൻ ശകുനിയുടെയുടൻ. അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്ത ഇത് കാണുന്ന സമയത്ത് ഏറ്റവും വർദ്ധിച്ച ഗേദത്തോടുകൂടി കരം മടിയിൽ ചേർത്ത് ഭൂരിശ്രവാവിൻ എന്താണ്? അടുത്ത മരണം അല്ലെങ്കിൽ അടുത്ത മൃതദേഹം കാണുകയാണ്. ആരുടെ? ഭൂരിശ്രവാവ് ആരാണ്? മറ്റാരുമല്ല, ദുര്യോധനന്റെ അമ്മാവനെയാണ്. ദുര്യോധനന്റെ അമ്മാവൻ ആരാണ്? ദുര്യോധനന്റെ അമ്മാവനാണ് ശകുനി. കേട്ടിട്ടുണ്ടോ ശകുനിയെ? അതായത് ഈ ഭൂരിശ്രവാവ് എന്ന് പറയുന്നത് സോമദത്തന്റെ പുത്രൻ എന്നാണ് ശരിയായിട്ടുള്ള അർത്ഥം. ഭൂരിശ്രവാവിനാൽ പ്രണയിനി കേഴുന്നോൾ, അതായത് ഭൂരിശ്രവാവിന്റെ പ്രണയിനി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കരയുന്നുണ്ട്. അതായത് സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവാവിന്റെ കരം മടിയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവളുടെ കാമുകി അല്ലെങ്കിൽ പത്നി എന്ത് ചെയ്യുന്നുണ്ട്? കരയുന്നുണ്ട്. അപ്പോ സത്യം പറഞ്ഞ കൗരവ സുഹൃത്തായിട്ടുള്ള ഭൂരിശ്രവാവിനെ വഹിച്ചത് സാത്വികി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അർജുനൻ അയാളുടെ വലത് കൈ മുറിച്ചു കളഞ്ഞു. ആ കൈ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പത്നി കരയുന്നത്, അയ്യോ എന്റെ ഭർത്താവിന്റെ കൈയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. തൊട്ടപ്പുറമാണ് ദുർമതി വീരൻ ശകുനി. ആ ഒരു പേര് തന്നെ നോക്കൂ, ദുർമതി വീരൻ. ഒരു മാറിപ്പോയിട്ട് ഭൂരിശ്രവാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, സോമദത്തന്റെ പുത്രനാണ് ഭൂരിശ്രവാവ്. ദുർമതി വീരൻ ശകുനി എന്ന് പറയുന്നത്, ശകുനി എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഗാന്ധാരിയുടെ സഹോദരനും ദുര്യോധനന്റെ അമ്മാവനുമായ കഥാപാത്രം. ആ ശകുനി എന്ന് പറഞ്ഞ് എന്തായിട്ടുണ്ട്? ശകുനി എന്നുള്ളത് ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എല്ലാ കുത്തിത്തിരിപ്പുകളും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള എന്താ പറയില്ലേ,
കൊനഷ്ടും കൂടായ്മയും ഒക്കെയുള്ള കുതന്ത്രങ്ങളുടെ ആശാൻ. ഈ യുടെ നീക്കങ്ങളാണ് പലപ്പോഴും ഈ പറയുന്ന പഞ്ചപാണ്ഡവരുടെ തകർച്ചയ്ക്ക് കാരണമായത്. എന്തിനേറെ പറയുന്നു, കള്ളച്ചൂതിൽ തോൽപ്പിക്കുകയും പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുകയും പഞ്ചപാണ്ഡവർക്ക് വനവാസം വിധിക്കുകയും ഒക്കെ ചെയ്തത് ഈ ശകുനിയുടെ ഇതാണ്. ആ ശകുനിയുടെ ഉടലതാ പക്ഷികൾ തങ്ങൾക്ക് ഭക്ഷണമാക്കിനാൻ, പക്ഷമായുള്ളത് കണ്ടീലയോ ഹരേ. അതായത് ആ ശകുനിയുടെ എന്താണ്, ശകുനിയുടെ അല്ലെങ്കിൽ ശകുനിയെ എന്ത് ചെയ്യാണ് ഈ പറയുന്ന പക്ഷിമൃഗാദികൾ, ഗരുഡനും അല്ലെങ്കിൽ ഈ പറയുന്ന പരുന്തും മറ്റുമൊക്കെ എന്ത് ചെയ്യാണ് ഭക്ഷണമാക്കിക്കൊണ്ട് കുത്തിവലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഈ പറയുന്ന സമ്പൂർണ്ണ നാശത്തിന് കാരണമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ആര്, ശകുനി എന്ന് പറയുന്നത്. ആ ശകുനിയുടെ ഉടൽ എന്ത് ചെയ്യാണ് ഈ പറയുന്ന പക്ഷികളൊക്കെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പക്ഷികൾ ഭക്ഷണമാക്കുമ്പോൾ പക്ഷമായുള്ളത് കണ്ടീലയോ ഹരേ. പക്ഷം അല്ലെ, പക്ഷത്തിന് പല അർത്ഥങ്ങളും ഉണ്ട് ശരിക്ക്. ഇവിടുത്തെ അർത്ഥം എന്താണ്, ഇഷ്ടം. ഇവിടുത്തെ അർത്ഥം ഇഷ്ടമാണ്. അതായത് കണ്ണനോട് ചോദിക്കുകയാണ്, ഈ കാഴ്ച കണ്ടപ്പോൾ നിനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളൊരു സൂചനയാണ് ആരോട് ചോദിക്കുന്നത്, കൃഷ്ണനോട് ചോദിക്കുന്നത്. അടുത്ത് ഉണ്ണി മകനെ ദുര്യോധന. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇത്രയും നേരം വിലപിച്ച് നടന്ന് അവസാനം എത്തി നിൽക്കുന്നത് തന്റെ പ്രിയ പുത്രനായിട്ടുള്ള ആരാണ്, ദുര്യോധനന്റെ അടുത്താണ്. കൗരവരുടെ രാജാവായ കൗരവ ശ്രേഷ്ഠന്റെ അടുത്താണ്. ഉണ്ണി മകനെ ദുര്യോധന, തവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉമ്പർക്കോനൊത്തൊരു വമ്പും പ്രതാപവും ഗംഭീരമായൊരു ഭാവവും ഭംഗിയും. അതായത് ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നല്ല പൊന്നിന്റെ കിരീടം അല്ലെ. അതായത് രാജാവാണ്, ഈ പറയുന്ന കൗരവരുടെ നേതാവാണ്. അപ്പോ ഈ പറയുന്ന നിന്റെ പൊന്നിന്റെ കിരീടവും ഭൂഷണജാലം, ഭൂഷണങ്ങൾ, വേഷഭൂഷാദികൾ അല്ലെ. ഭൂഷണം എന്ന് പറഞ്ഞ ആഭരണങ്ങള്, പൊന്നിന്റെ കിരീടവും ഒരു രാജാവിനൊത്ത ആഭരണങ്ങളും ഉമ്പർക്കോനൊത്തൊരു, ഉമ്പർക്കോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേന്ദ്രൻ എന്നാണ്. ദേവേന്ദ്രൻ ആരാ? ദേവേന്ദ്രൻ എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ രാജാവ് ദേവേന്ദ്രൻ, ഇന്ദ്രദേവൻ. ആ ദേവേന്ദ്രനെ ഒത്ത വമ്പും പ്രതാപവും അതിനൊപ്പം ഗംഭീരമായുള്ള ഒരു ഭാവവും ഭംഗിയും ഒക്കെ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് ആര്, ഈ പറയുന്ന ദുര്യോധനൻ. ഇട്ടും കളഞ്ഞുടനെ നിന്നെയും എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും പെട്ടെന്നുപേക്ഷിച്ചു പോയിക്കൊണ്ടതങ്ങു നീ പൊട്ടുന്നിതന്മനം കണ്ടിതല്ലോ മഹോ. അതായത് ഇട്ടും കളഞ്ഞുടനെ നിന്നെയും എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും. അതായത് ഈ നമ്മളെല്ലാവരും അല്ലെ, ഈ പറയുന്ന അമ്മയുടെ അവസ്ഥ ഞാൻ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഈ പറയുന്ന മക്കൾ മരിക്കുന്ന അത് കാണേണ്ടി വന്ന അമ്മയുടേത്. അപ്പൊ ഈ അമ്മ പറയാണ് എന്താണ്, ഇട്ടും, ഒരു മിനിറ്റ് കോള് വരുന്നുണ്ട്, ഒറ്റ മിനിറ്റ്. ഓക്കെ, കട്ടാക്കി. യെസ്, ഇട്ടും കളഞ്ഞുടനെയും എത്രയും അല്ലെ. അതായത് അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. ഗാന്ധാരി ചോദിക്കുകയാണ്, എന്താണ് മകനെ ദുര്യോധന, നീ ഇത്രയുമൊക്കെ ഈ പറഞ്ഞ ദുര്യോധനന് ഈ പറയുന്ന അതായത് നല്ല എന്താ പറയാ കിരീടം, വേഷഭൂഷാദികൾ, അല്ലെങ്കിൽ ദേവേന്ദ്രന് പോലത്തെ വമ്പും പ്രതാപവും ഒക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയായ നീ ഞങ്ങളെ കളഞ്ഞുകൊണ്ട് എന്നെയും അല്ലെ, കളഞ്ഞുടൻ എന്നെയും എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും, എന്നെ നീ ഉപേക്ഷിച്ച് അതുപോലെ തന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടമായിടുന്ന നിന്റെ പിതാവിനെയും ഉപേക്ഷിച്ചുകൊണ്ട് പെട്ടെന്നുപേക്ഷിച്ച് പോയിക്കൊണ്ടതെങ്ങു നീ എങ്ങോട്ടാണ് ഞങ്ങളെ വിട്ട് ഇത്ര നേരത്തെ? അതായത് നമ്മൾ പറഞ്ഞ പോലെ സാധാരണ ഒരു മരണമല്ലല്ലോ, ഒരു യുദ്ധത്തിലുള്ള മരണമല്ലേ. അപ്പൊ ഈ പറയുന്ന പോലെ ഇവിടെ ചോദിക്കുന്നത്, ഞങ്ങളെ രണ്ടുപേരെയും, അച്ഛനായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛനെയും എന്നെയും ഉപേക്ഷിച്ചിട്ട് നീ എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ പോയത്? പൊട്ടുന്നിതന്മനം, എന്റെ ഹൃദയം ഇതാ പൊട്ടുന്നു, നീ കാണുന്നില്ലേ
അതാണ് ചോദിക്കുന്നത്. കണ്ടിതല്ലോ മഹോ. ഇതൊക്കെ ഈ പറയുന്ന ശ്രീകൃഷ്ണനോട് ചോദിക്കണം. എന്റെ ഹൃദയം പൊട്ടുകയാണ്, ആ ഒന്ന് കാണുന്നില്ലേ എന്നുള്ള രൂപത്തിലേക്ക് ചോദിക്കുകയാണ്. പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായതോ ചോരയിൽ. അതായത് ഒരു രാജാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും കിടക്കുന്ന എവിടെയാ? പട്ടുകിടക്കയിൽ മാത്രമാണ്. അപ്പൊ പട്ടുകിടക്കയിൽ മാത്രം കിടന്ന ശീലമുള്ള മകനെ ദുര്യോധന, നിനക്ക് പട്ട് കിടക്കേണ്ടി വന്നല്ലോ എന്നാ ചോദിക്കുന്നത്. പട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ രക്തത്തിൽ അല്ലെങ്കിൽ ചോരയിൽ കുളിച്ച് കിടക്കുകയാണല്ലോ. പട്ടു കിടക്കുമാറായത് ചോരല്ലോ, മരിച്ച് ഈ ചോരയില് കുളിച്ച് കിടക്കുന്നത് കാണേണ്ട അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞു. പുഷ്ടകോപത്തോട് മാരുതി തച്ചുടൻ പൊട്ടിച്ചു കാലും ഒടിച്ചുകൊണ്ടിങ്ങനെ കണ്ടുകൂടാ എനിക്കു ഗാന്ധാരിയും മണ്ടിനാൽ വീണാൾ ഉരുണ്ടാൽ തെരുതരെ. അതായത് ഈ പറയുന്ന നമ്മുടെ പുരാണ കഥയിൽ പല ആളുകൾക്കും ഒരുപാട് 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 എന്താ പറയാ ഇതുണ്ടാവും, എന്താ പറയാ, വരം ലഭിച്ചിട്ടുണ്ടാവും. അത്തരത്തിൽ മരണത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വരം ആർക്കുണ്ട്? ദുര്യോധനുണ്ട്. അറിയോ എന്താന്നുള്ളത്? അതായത് ദുര്യോധനെ അങ്ങനെ ഇങ്ങനെ വധിക്കാൻ പറ്റില്ല. ദുര്യോധനെ ഈ പറയുന്ന പോലെ എന്താണ്, വാളെടുത്ത് തല വെട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം മരിക്കില്ല. അമ്പ ചെയ്ത് കൊന്നാലും മരിക്കില്ല. കാരണം പുരാണ കഥകളില് പറഞ്ഞു കേൾക്കുന്ന പ്രകാരം അദ്ദേഹം ഒരു വരം വാങ്ങിയിട്ടുണ്ട്. വരം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: അദ്ദേഹത്തിന്റെ വലത് തുടയല്, വലത് കാലിലെ തുടയല് അടിച്ച് പൊട്ടിച്ചിട്ടല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾക്ക് അദ്ദേഹത്തെ വധിക്കാനായിട്ട് പറ്റില്ല. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഭീമസേനൻ ഗദായുദ്ധത്തിൽ പോരിടുന്ന സമയത്ത്, ഈ ഗദായുദ്ധത്തിൽ അറിയാലോ നിയമം, ഗദായുദ്ധത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഊരയ്ക്ക് അല്ലെങ്കിൽ അരയ്ക്ക് താഴെ എന്ത് ചെയ്യാൻ പാടില്ല, അടിക്കാൻ പാടില്ല. തന്റെ ഗദ ഉപയോഗിച്ചുകൊണ്ട് ഈ വരം മനസ്സിലാക്കിയ അല്ലെങ്കിൽ വരം ഇന്നതാണെന്ന് മനസ്സിലാക്കിയ ഭീമസേനൻ എന്ത് ചെയ്യുന്നു, ആദ്യം വലതു തുടയില് അടിച്ചു പൊട്ടിക്കുകയും പിന്നീട് വധിക്കുകയുമായിരുന്നു. അപ്പോ പുഷ്ടകോപത്തോടെ, വർദ്ധിച്ച കോപത്തോടു കൂടി മാരുതന്റെ പുത്രൻ, നേരത്തെ പറഞ്ഞില്ലേ ആരാ, ഭീമസേനൻ, മാരുതി തച്ചുടൻ പൊട്ടിച്ചു കാലും ഒടിച്ചു കൊണ്ടിങ്ങനെ, വലത് കാലിന്റെ തുടയിൽ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും ആദ്യം. അപ്പൊ ആ പൊട്ടിയ കാല് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, കണ്ടുകൂടാ എനിക്കെന്ന് ചൊല്ലി ഗാന്ധാരി എന്ത് ചെയ്യാണ്, എനിക്കിത് കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഓടിപ്പോയി. മണ്ടിനാൽ ഓടിപ്പോയി. ഓടിയ സമയം വീണാൾ ഉരുണ്ടാൾ തെരുതെരെ, വീണുപോയി, ഉരുണ്ടുപോയി, ഇങ്ങനെ തെരുതെരയായിട്ട്. അപ്പോ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ക്ലാസ് 1-2 തവണ ആവർത്തി കാണണമെങ്കിൽ കാണാം, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരുപാട് പദങ്ങളും എല്ലാം തന്നെ നമ്മളുടെ ഇതിൽ നൽകിയിട്ടുണ്ട്. ഒരു തവണ വായിച്ചാലൊന്നും മനസ്സിലാവില്ല. അത് കൃത്യമായി ഇരുന്ന് ഒന്ന് നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വ്യക്തിഗതമായിട്ടൊന്ന് ചോദിച്ചാൽ മതി, വാട്സപ്പിലും മറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ കുരുക്ഷേത്ര യുദ്ധം, നമ്മുടെ ആ ഒരു തീം മറക്കരുത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ രണ്ടു കൂട്ടർക്കും മരണവും ഇതൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് ആപത്ത് അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച കൗരവപ്പടയുടെ കൗരവ മാതാവായിട്ടുള്ള ഗാന്ധാരി തന്റെ മക്കളെയും അതുപോലെ കൗരവത്തിലെ പക്ഷത്തുള്ള ഒരുപാട് ആളുകളെ, തന്റെ മകളായ ദുശ്ശലയുടെ ഭർത്താവ് അടക്കം പലരും മരിച്ചു കിടക്കുന്നത് കാണുകയും അതറിഞ്ഞുകൊണ്ട് ദുഃഖിതനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ദുഃഖിതനായിട്ട് നെഞ്ഞു പൊട്ടി കരയുന്ന അവസ്ഥയുമാണ് നമുക്ക് ആ യുദ്ധഭൂമിയിൽ കാണാൻ സാധിക്കുന്നത്. കണ്ണൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഇത് ചോദിക്കാനുള്ള കാരണം, പലപ്പോഴും അർജുനൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഗീതോപദേശം ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോ അർജുനൻ എന്ന് പറയുന്ന വ്യക്തി തന്റെ ജ്യേഷ്ഠപുത്രന്മാരോട് യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന സമയത്ത് കൃഷ്ണന്റെ ഉപദേശമാണ് പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന എന്താ പറയാ യുദ്ധത്തിന് കാരണമായതെന്നും, പിന്നീട് ആ യുദ്ധം അല്ലെങ്കിൽ തന്റെ വാക്കുകൾ അർജുനന് പ്രചോദനമായി യുദ്ധം തുടർന്ന് അവസാനം അതിൽ വിജയിക്കുകയാണ് ഉണ്ടായതെന്നുള്ളതാണ് കഥ. അപ്പൊ അത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണനോട്, ആ ശ്രീകൃഷ്ണനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്റെ വിലാപം അല്ലെങ്കിൽ തന്റെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാറ്റാൻ കഴിയില്ല, ദുഃഖം
പറഞ്ഞുകൊണ്ട് അല തല്ലുന്ന കടലായിട്ട് തല തല്ലിക്കൊണ്ട് അല്ലെങ്കിൽ നിറ തല്ലിക്കൊണ്ട് എന്ത് ചെയ്യാണ്, തല തല്ലിക്കൊണ്ട് കരഞ്ഞ് ആ ഒരു വിഷമം പ്രതിഫലിപ്പിക്കുന്ന കവിതാഭാഗമാണ് നമ്മളുടെ ഗാന്ധാരി വിലാപം. ഒരു വിലാപ കാവ്യമാണ്, അല്ലെങ്കിൽ വിലാപം അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഈ പറയുന്ന ഗാന്ധാരി വിലാപമായിട്ട് നമുക്കിവിടെ പഠിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്നത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി വ്യക്തിഗതമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും ശ്രദ്ധിക്കുക. സോ അടുത്ത ക്ലാസ്സില് മറ്റൊരു പുതിയ പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയുമായിട്ട് തൽക്കാലം ഞാനിന്ന് ഇവിടെ പറയട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.